എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. പ്രൊഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നല്ല ഭംഗിയുള്ള ഒരു റസ്റ്റ് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ഒരു റസ്റ്റ് റെഡ് ഷെയ്ഡ് തന്നെ പറയാം. ഇതിന് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറച്ച് റെയറായിട്ട് തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. റോഡ്സ്റ്ററാണ് ബ്രാൻഡ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത്. ഹൂഡി വരുന്നുണ്ട് കേട്ടോ. സിപ്പ് ക്ലോഷറാണ് വരുന്നത്. സിപ്പ് നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇവിടെ വരെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് അകത്ത് എന്തെങ്കിലും സ്ലിപ്പോ അല്ലെങ്കിൽ ടാങ്ക് ടോപ്പോ ഒക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു സ്വെറ്റ് ഷർട്ടിനെ നമുക്ക് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പകുതി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് ഒരു ജാക്കറ്റ് പോലെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വെറ്റ് ഷർട്ടാണ് കേട്ടത്. ഫുൾ സ്ലീവാണ് വരുന്നത്. നല്ല വോമാണ് കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് തണുപ്പിൽ നിന്ന് നല്ല ഹോമായിട്ട് ബോഡീനെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിനകത്ത് സിപ്പ് ക്ലോഷറാണ് വരുന്നത്. അതുപോലെ തന്നെ 2 പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ 2 പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. മാത്രമല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് എന്നല്ല, എന്നാലും നല്ലൊരു മെറ്റീരിയലാണ്. ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല വോമായിട്ട് ബോഡീനെ വെക്കുന്ന ഒരു അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ആണ്. ഇത് ഞാൻ വാങ്ങുമ്പോൾ ഒരു 450 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. 450ക്ക് താഴെയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു 800 രൂപയുടെ വേർത്തൊക്കെ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് ഈ തവണ ഞാനിത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. റോഡ്സ്റ്ററാണ് ബ്രാൻഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ സെയിം വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, മെറൂൺ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 428 രൂപയാണ്. 4.2 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 70,000 സംതിങ് ആൾക്കാർ ഇത് റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. പിന്നെ സൈസസ് ഇപ്പോൾ കുറേയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം ഇത് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ. ഞാൻ വാങ്ങിയിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ. പിന്നെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ്. സിപ്പ് ക്ലോഷർ ആണ് കൊടുത്തിട്ടുണ്ട്. സോളിഡ് പാറ്റേൺ ആണ്. ഹൂഡഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പോക്കറ്റ്സ് 2 ആണ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നോർമൽ ഹൂഡി സ്വെറ്റ് ഷർട്ട് പോലെ തന്നെയാണ് കാണാനുള്ളത്. എന്തായാലും ഇതൊരു അടിപൊളി പർച്ചേസ് ആയിരുന്നു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ഒരു സോളിഡ് വൈറ്റ് ഷർട്ടാണ്. ഇതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിത് ഇടുന്ന വീഡിയോ എടുത്തതിന് ശേഷം ഇത് മറഞ്ഞു കിടക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് നേരെ ആക്കട്ടെ. ഇത് നോക്കുമ്പോൾ ഒരു നോർമൽ ഷർട്ടായിട്ടാണ് തോന്നുക. പക്ഷേ ഫ്രണ്ടിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ നല്ല ലെങ്ത് ഉണ്ട് ഫ്രണ്ടിൽ. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത്താണ് വരുന്നത് കേട്ടോ. ഇതാണ് ബാക്ക്. ഈ കാണുന്നതാണ് ഫ്രണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലുള്ളൊരു ടൈ ചെയ്യുന്ന സംഭവം വരുന്നുണ്ട്. അത് നമുക്ക് ഇത് ബാക്കിൽ കൊണ്ടുപോയി ടൈ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഫ്രണ്ടും ബാക്കും സെയിം ലെങ്ത് ആണെങ്കിൽ നമുക്ക് ജീൻസിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ കാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റുന്നൊരു ഷർട്ടാണ്. പിന്നെ നമുക്കിത് ഇൻസൈഡ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഫ്രണ്ട് ഇറങ്ങി ബാക്ക് കയറിയും അങ്ങനെ നിൽക്കും. അതെനിക്ക് വലിയ താല്പര്യമായില്ല. പക്ഷേ ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ വാങ്ങിയത്. പിന്നെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഇട്ടിട്ടും കാണാനായിട്ട് നല്ല രസമുണ്ട്. നല്ല ഫിറ്റിംഗ് ആണ് കേട്ടോ. എക്സലാണ് സൈസ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഫിറ്റാണ്. ചെറിയ ലൂസൊക്കെ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഷർട്ടല്ല, കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നോർമൽ നമ്മുടെ ഷർട്ട് കോളർ ഉണ്ടല്ലോ, സ്പ്രെഡ് കോളർ, ആ ഒരു സംഭവം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ നെക്ക് കണ്ടോ ഇതുപോലെ വീനക്കാണ് വരുന്നത് കേട്ടോ. താഴത്തോട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, ഭയങ്കര വലിയ സ്ലീവാണ് കേട്ടോ. നല്ല ലൂസായിട്ട് അങ്ങനത്തെ ഒരു സ്ലീവാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഗംഭീര മെറ്റീരിയലാണ് കേട്ടോ. പക്ഷെ ഭയങ്കര തിന്നാണ്, സീത്രൂ മെറ്റീരിയലാണ്. പക്ഷേ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതും റോഡ്സ്റ്റർ ബ്രാൻഡിൻ്റെ ഷർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 299 ആണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോഴും ഇതിൻ്റെ റേറ്റ് ഒരു 300 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ആകെ സ്മോൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ഒരെണ്ണം മാത്രമാണ് ഉള്ളൂ കേട്ടോ. സ്മോൾ സൈസിൽ ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളൂ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പോളിസ്റ്ററാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഒപ്പീക്കാന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് റെഗുലർ ഫിറ്റാന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ലോങ് റെഗുലർ സ്ലീവ്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറേ നാളെ ഒരു വൈറ്റ് ഷർട്ട് തപ്പി നടക്കുന്നു. എൻ്റെ ഉള്ളത് കുറച്ച് പഴയതായിപ്പോയി. പിന്നെ ഉള്ളത് എന്താ റോഡ്സ്റ്ററിൻ്റെ തന്നെ ഒരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻസി കുറച്ച്
കുറഞ്ഞ ഷർട്ട് തപ്പിയിട്ട് ഞാൻ എത്തിപ്പെട്ടതാണ് ഈ ഒരു ഷർട്ടിലേക്ക്. ഷർട്ട് എന്തായാലും അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭയങ്കര ഇറങ്ങിയും ബാക്ക് ഭയങ്കര കയറിയും അതെനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷേ എന്നാലും ഇട്ടിട്ട് കൊള്ളാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ വൈറ്റ് ഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ കുറേയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് കൊണ്ടാവാം. ഓൾമോസ്റ്റ് കുറേ ഷർട്ട്സൊക്കെ നമുക്ക് വേണ്ട സൈസസൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു ഷർട്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പർച്ചേസ് ആയിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടാൻ വഴിയില്ല, കാരണം സ്മോൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഉടുപ്പാണ്. ഇത് ക്യാമ്പസൂത്ര ബ്രാൻഡിൻ്റെ ഒരു ഉടുപ്പാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. നേവി ബ്ലൂ അല്ല, ഒരു കരിനീല ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ പാറ്റേൺ എന്തെങ്കിലും കുറേ ഉണ്ട് കേട്ടോ. കുറേ ഡ്രസ്സസ് ഉണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഈ സെയിം പാറ്റേണിൽ വരുന്നത്. പക്ഷെ അതൊക്കെ എന്താ പറയുക, പ്രിൻറ്റഡ് ആയിരുന്നു. ഇത് സോളിഡ് പാറ്റേൺ ആണ് വരുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ പൊന്തി 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 അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയൽ ക്വാളിറ്റി ഗംഭീരമാണ്, നല്ല മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് കാണാനുള്ളത്. ഇതുപോലുള്ള സ്മോക്ക് പാറ്റേൺ വരുന്നുണ്ട്. സ്ലീവ്സ് ഇങ്ങനെയാണ് കേട്ടോ, പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവിൽ അതുപോലെ തന്നെ ഈ ഷോൾഡറിൽ ഒക്കെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ ഈ ഭാഗത്തായിട്ടും ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. ഇത് എൽബോ സ്ലീവാണ് വരുന്നത്. നെക്ക് ഫ്രണ്ടും ബാക്കും സ്ക്വയർ നെക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ലിറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈസിൻ്റെ ലെഫ്റ്റ് തൈയുടെ നടുക്കായിട്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ മുട്ടിൻ്റെ അവിടെ തുടങ്ങിയിട്ടാണ് ഈ ഒരു സ്ലിറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഗംഭീരമാണ് കേട്ടോ. എക്സലാണ് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത്. അടിപൊളി ക്വാളിറ്റിയാണ്. ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനും നല്ല ഭംഗിയുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ് കേട്ടോ. 4.4 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 322 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ക്യാമ്പസൂത്ര നേവി ബ്ലൂ ക്രേപ്പ് മിഡി ഡ്രസ്സ്, അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൈസസ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പോളിസ്റ്റർ ആണ്. പിന്നെ സ്ക്വയർ നെക്കാണ്, ഷോർട്ട് പഫ് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. മിഡി ലെങ്ത് ആണ്, ഫ്ലയേർഡ് ഹെമ്മാണ്, ക്രേപ്പ് ഫാബ്രിക് ആണെന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ പോളിസ്റ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ക്രേപ്പ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഇത് അടിപൊളി പർച്ചേസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നും ഇഷ്ടപ്പെടാത്തതായിട്ടില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള ഒരു ഡെനിം ഷർട്ടാണ്. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇതിലൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ എവിടെ പോയെന്നറിയില്ല. അത് ഔട്ട് ഓഫ് സ്റ്റോക്കും കാണിക്കുന്നില്ല, ആ പ്രൊഡക്റ്റ് തന്നെ മിന്ത്രയിൽ കാണാനില്ല. അപ്പോൾ അതിന് സിമിലർ അല്ല എങ്കിലും അതുപോലത്തെ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തു. എപ്പോഴും ഞാൻ ഡെനിമിൻ്റെ എടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അതൊക്കെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ തവണ എനിക്ക് ഏതെങ്കിലും ഒരു കളർ വരുന്ന, അതായത് വേറെ ഏതെങ്കിലും ഷെയ്ഡിലുള്ള ഡെനിം ഷർട്ട് എടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഷർട്ട് എടുത്തത് കേട്ടോ. ഈ ഒരു ഷർട്ടിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. നല്ല ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. മെറൂൺ അല്ല, ഒരു ബർഗണ്ടി ഷെയ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പിസ്ത ഗ്രീൻ ഉണ്ടായിരുന്നു. പിസ്ത ഗ്രീൻ എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അത് ആ കളറ് ചേട്ടന് കുറേ ടീഷർട്ടും ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പ്രത്യേകതരം നല്ല അടിപൊളി കളർ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇങ്ങനെയാണ് സംഭവം കാണാനുള്ളത്. ക്വാളിറ്റി ഗംഭീരമാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ഡെനിം ഷർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റിയാണ്. മാത്രമല്ല കുറച്ച് പ്രൈസാണ് കേട്ടോ. ഞാൻ വാങ്ങിയത് 1200 അപ്പോൾ ആ ഒരു റേറ്റിന് ഗംഭീര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു റേറ്റിന് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു പർച്ചേസ് ആയിരുന്നു കേട്ടത്. മുൻപ് വാങ്ങിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു 800 ആ റേഞ്ചിലാണ് വരിക. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ റേറ്റ് കൂടുതൽ കൊടുത്തപ്പോൾ അതിനുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവം നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. ഡെനിം ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതിന് ചാക്കിൻ്റെ പോലെ ചാക്ക് കണക്ക് ഇരിക്കുന്ന ഒരു സംഭവം നല്ല സംഭവമാണ്. നൽകി കഴിയുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഡെനിം അറിയാമല്ലോ, അവിടെ ഇവിടെയും കുറച്ച് മഞ്ഞയും അങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതും ഒരു സ്റ്റൈലാണല്ലോ. ഇത് നമ്മുടെ നോർമൽ ഷർട്ട് പോലെ തന്നെയാണ്. സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ സൈസ് കറക്റ്റ് അല്ലെങ്കിലാണ് പെട്ടുപോവുക. ഇത് ഖത്തറിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സൈസസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ 40, 42, 44 അങ്ങനെയൊക്കെയല്ല കാണാറ്. ഇതിനകത്ത് 39 വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ 40 ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. 40 നമ്മളെടുത്താലും അതിൻ്റെ ചെസ്റ്റ് സൈസൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ കാണിച്ച്. 40ക്ക് 43 40 അങ്ങനെ എത്രയോ ചെസ്റ്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര വലുതായിരുന്നു. പിന്നെ ഞാൻ 39 നോക്കിയപ്പോൾ 41.8 അങ്ങനെ എത്രയും കണ്ടായിരുന്നു സൈസ് കാണിച്ചത്. അപ്പോൾ ഞാൻ 39 തന്നെ എടുത്തു. 40 ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ 42 എടുത്താൽ ഭയങ്കര വലുതാവും. അപ്പോൾ ഞാൻ 39 എടുത്തു. പാകമാവെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് 39 42 മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല 39 ഒരെണ്ണവും 42 2 മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് ഹൈലാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇതിന് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഷർട്ട്. പക്ഷേ അതെനിക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു ഷർട്ടാണ് കിട്ടിയത്. ഞാൻ വീട്ടിൽ അച്ഛനെ എടുത്തതായിരുന്നു. അത് ഭയങ്കര പൊട്ടയായിരുന്നു. ഈ ഒരു ബ്രാൻഡ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ഗംഭീരമാണ്. ഇത് ഹൈലാൻഡർ സ്പ്രെഡ് കോളർ കർവ്ഡ് കോട്ടൺ ഓവർ സൈസ്ഡ് കാഷ്വൽ ഷർട്ട്.
ഇത് ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. അതായത് കുറച്ച് ലൂസായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ 39 എടുത്താലും സൈസ് കറക്റ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അങ്ങനെ ഇത് 4.3 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 46 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താണ്, ഫാബ്രിക് കോട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഒപ്പേക്കാന്ന് കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് ഓവർ സൈസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ സോളിഡ് ഒപ്പേക്ക് കാഷ്വൽ ഷർട്ട് ഹാസ് എ സ്പ്രെഡ് കോളർ, ബട്ടൺ പ്ലാക്കറ്റ്, 2 പാച്ച് പോക്കറ്റ്, ലോങ് റെഗുലർ സ്ലീവ്സ്, കർവ്ഡ് ഹെം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് സംഭവം. ഇതൊരു ബ്രൗൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ബ്രൗൺ ഷെയ്ഡല്ല കേട്ടോ. വേറൊരു ഏത് ഷെയ്ഡെന്ന് പറയാം, ഇത് പ്രത്യേക ഭയങ്കര ഷെയ്ഡ്, ഒരു മൂവി പിങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അല്ലാതെ ഒരു ബ്രൗണിൻ്റെ കാറ്റഗറിയിൽ പെടില്ല. ഒരു ലൈറ്റ് മറൂണൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു ബർഗണ്ടി ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മൂവി പിങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്തായാലും അടിപൊളി ഷെയ്ഡാണ്. നല്ല റയറായിട്ടുള്ള ഒരു പ്രത്യേകത ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. പിന്നെ ഞാൻ 2 സംഭവങ്ങളും കൂടി വാങ്ങിയിരുന്നു. അത് ഹസ്ബൻഡിനെ എടുത്തതാണ് കേട്ടോ. ജെൻസിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ട്രങ്ക് ടൈപ്പ് അണ്ടർ ഗാർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 2 ഞാൻ വാങ്ങിയത്. ഒന്ന് പ്രിൻ്റ് ഉള്ളതും മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല കേട്ടോ. മിന്ത്രയിൽ ജോക്കി അണ്ടർ ഗാർമെൻറ്റ്സിന് ഞാൻ ഡിസ്കൗണ്ട് കണ്ടില്ല. ആ സെയിം നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങുന്ന സെയിം റേറ്റ് തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇത് നോർമൽ സംഭവമല്ല, ട്രങ്ക് ടൈപ്പാണ് കേട്ടോ. ഇതിനാണിത് കാണാനുള്ളത്. വേസ്റ്റ് ബാൻഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വേസ്റ്റ് ബാൻഡാണ് കേട്ടോ. ഇതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഷോപ്പിലൊക്കെ പോയി വാങ്ങാൻ മടിയുള്ളവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മാത്രമല്ല, ഞാൻ ചാലക്കുടിയിൽ കുറേ സ്ഥലത്ത് ഈ ഒരു സംഭവം അന്വേഷിച്ചു കേട്ടോ. ജോക്കിയുടെ ഷോറൂമിൽ പോയില്ല, അല്ലാണ്ട് നോർമൽ ടെക്സ്റ്റൈൽസിലൊക്കെ പോയപ്പോൾ ഈ സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സംഭവം ഇല്ല, വേറെ കുറേ സംഭവങ്ങളാണ് ഉള്ളത്. ഇതേ സെയിം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തത്. സാധാരണ നമ്മൾ ഷോപ്പിൽ തന്നെയാണ് വാങ്ങിക്കാറ്. ഇതിപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു കടയിൽ കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മിന്ത്രയിൽ നിന്ന് ഇതൊക്കെ ഓർഡർ ചെയ്യുന്നതാലും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഓർഡർ ചെയ്തു. ഇത് ജോക്കി സൂപ്പർ കോംഡ് കോട്ടൺ സ്ട്രെച്ച് പ്രിൻറ്റഡ് ട്രങ്ക് വിത്ത് അൾട്രാ സോഫ്റ്റ് വേസ്റ്റ് ബാൻഡ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് 389 രൂപയാണ് കേട്ടോ. ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. MRP തന്നെയാണ് ഞാൻ പേ ചെയ്തത്. പിന്നെന്താണ്, ഡ്യൂറബിൾ ആണ്, അൾട്രാ സോഫ്റ്റ് ആണ്, എഞ്ചിനീയർ ടു പ്രിവെൻറ്റ് റൈഡ് അപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സൈസ് സ്മോൾ, മീഡിയം, ലാർജ്, XL ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഈ 389 രൂപ ഈ പ്രിൻറ്റഡ് ട്രങ്കിൻ്റെ ആണ് കേട്ടോ. ഇനി ഈ പ്ലെയിൻ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് 349 രൂപയാണ് കേട്ടോ. ഇത് ജോക്കി സൂപ്പർ കോംഡ് കോട്ടൺ സ്ട്രെച്ച് സോളിഡ് ട്രങ്ക് വിത്ത് അൾട്രാ സോഫ്റ്റ് വേസ്റ്റ് ബാൻഡ്. ഇതിൻ്റെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. NY16 ആണ് ഇതിൻ്റെ നമ്പർ. പ്രിൻറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൻ്റെ നമ്പർ FP23 ആണ് കേട്ടോ. അതൊക്കെയാണ് നമ്പറും. നമ്മൾ സാധാരണ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഷെയ്ഡ് കൊടുക്കുമല്ലോ, ഷെയ്ഡിന് ഒരു നമ്പർ ഉണ്ടാകും. അതുപോലത്തെ ഒരു നമ്പറൊക്കെ ഇതിനകത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഈ പ്ലെയിൻ ആയിട്ടുള്ള സംഭവം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആൻഡ് ഇലാസ്റ്റീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രേ സോളിഡ് ട്രങ്കാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡേൺ ഫിറ്റ് ആണ്, ഡബിൾ ലെയർഡ് ആണ്, ഡ്യൂറബിൾ ആണ്, സോഫ്റ്റ് ഹൈടെക് സെൻറ്റേർഡ് വേസ്റ്റ് ബാൻഡ് ആണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര പേരത്തെ കാര്യങ്ങളുണ്ടോ ഈ അണ്ടർ ഗാർമെൻറ്റ്സിനൊക്കെ. അപ്പോൾ എന്തായാലും ഈ 2 സംഭവങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഈ തവണ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.